പണ്ട് തിരൂർ പൊന്ന് ട്രെൻഡിങ് ആയ ടൈമിലെ ഉമ്മ ട്രെയിനും കയറി തിരൂർക്ക് പോയ കഥ ഉമ്മമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വഴിക്ക് പോകുമ്പോഴൊക്കെ ഉമ്മനെ അതും പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും. കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും അത് പറയുമ്പോൾ ഉമ്മൻ്റെ ഫേസിലൊരു ചിരി വരും. അത് കാണാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരൂർ വരെ ഒന്ന് പോവാട്ടോ. പേരിന് അനിയത്തിൻ്റെ വീട്ടിലേക്കാണെന്നൊക്കെ പറയുമെങ്കിലും ജസ്റ്റ് ഒരു ഔട്ടിംഗ് ആണെന്ന് പറയാം. അന്ന് നല്ല ചൂടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ട്രെയിനും ലേറ്റായി. പിന്നെ പറയണ്ടല്ലോ, എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവസാനം ട്രെയിനൊക്കെ വന്നു. ഞങ്ങൾ തിരൂരെത്തി. നല്ല ചൂടായതുകൊണ്ട് തന്നെ വല്ലാതെ ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തേടിയ വലിയ കാലി ചുറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ദേ കിടക്കുന്ന ഒരു ഐസുരുത്തിൻ്റെ ഷോപ്പ്. എന്നാൽ പിന്നെ അവിടുന്ന് ഒരു മോര് കുടിക്കാമെന്ന് കരുതിയിട്ട് കയറി. അത് കുടിക്കുമ്പോണ്ടല്ലോ വല്ലാത്തൊരു സുഖമായിരുന്നു. പണ്ട് വെല്ലുപ്പൻ്റെ തറവാട്ടിലൊക്കെ പോയാലേ ഞങ്ങൾ കിട്ടുന്ന പൈസ ഒക്കെ കൂട്ടി വെക്കും. എന്തിനാണെന്നറിയോ? ഐസുരുതി വാങ്ങാൻ വേണ്ടിയിട്ട്. അന്ന് 1 രൂപക്കും 2 രൂപക്കും ഒക്കെ ഐസുരുതി കിട്ടുമായിരുന്നു. ഇതിനൊക്കെ ആണെങ്കിൽ പിന്നെ പറയും വേണ്ട, വലിയ വാപ്പൻ്റെ പെരുന്നാൾ പൈസക്കും വേണ്ടിയിട്ട് നീണ്ടൊരു ക്യൂ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല പുതിയ 5 രൂപൻ്റെ നോട്ട്. അതിൻ്റെ ഒരു തിളക്കമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇന്നത്തെ കുട്ടിയൊക്കെ അതൊക്കെ പറയുമ്പോൾ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഉച്ചത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആയിട്ടൊരു പോക്കുണ്ട്. ഐസുരുതിയും പുളിയച്ചാറും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. തിരിച്ചു വരുമ്പോൾ ഉമ്മമാരോടൊക്കെ നല്ല വഴക്കും കിട്ടും. എന്നാലും അതൊക്കെ ഒരു കാലം. നൊസ്റ്റ് അടിച്ച് ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഓരോ സ്പെഷ്യൽ കുലുക്കിയും ഐസുരുതിയും ഒക്കെ ട്രൈ ആക്കി നോക്കിട്ടോ. വേറെ ലെവലായിട്ട്. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടോ. സർപ്രൈസ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളി. ഓർക്ക് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ പറയേണ്ടി വന്നു വരുന്നുണ്ടെന്ന്. അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടോ. ഒരു ഈവനിങ് ആയപ്പം ഞങ്ങൾ കരുതി ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്നാൽ പോയി ഞങ്ങൾ പൊന്നാനി ആ ഒരു ഭാഗത്ത് എത്താറായിട്ടോ. അവിടുത്തെ കർമ്മ റോഡിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കേട്ടപ്പോൾ ഒരു റോഡല്ലേ എന്ന് മനസ്സ് കരുതിയിട്ടുണ്ടായിരുന്നുള്ളേ. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് സംഭവം അതൊന്നല്ല, വേറെ വൈബാണെന്ന്. നമ്മുടെ ഭാരതപ്പുഴ ഉണ്ടല്ലോ, അതിൻ്റെ തീരത്തൂടുള്ള ഒരു 6 കിലോമീറ്ററോളം ലോങ് ആയിട്ടുള്ള ഒരു റോഡാട്ടോ അത്. ഒരു സൈഡൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള റിവറിൻ്റെ സൈഡൊക്കെ കാണാം. എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാലോ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ടായിരുന്നു. ആ ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ പോയതുകൊണ്ട് സൺസെറ്റൊക്കെ നല്ല അടിപൊളിയിൽ തന്നെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇങ്ങനത്തെ തോണിയൊക്കെ കാണുമ്പോണ്ടല്ലോ എനിക്ക് മറ്റേ കിളിച്ചുണ്ട മാമ്പഴത്തിലെ സോങ്ങില്ലേ, ഒന്നാങ്കിളി പൊന്നാങ്കിളി പറഞ്ഞിട്ടല്ലേ, അതൊക്കെ ഓർമ്മ വരാം കേട്ടോ. എന്താണെന്നറിയില്ല, ആ പാട്ടൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്നൊന്നും മാഞ്ഞു പോവില്ല. അത്ര രസമാണ്. ഈ കടവത്ത് കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ മോളും ശരിക്കും എൻജോയ് ചെയ്യണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ 360 റൊട്ടേറ്റിംഗ് സെൽഫി വീഡിയോ ഇല്ലേ, അതുണ്ടായിരുന്നു. 2 പേർക്ക് 50 റുപ്പീസും ഒരാൾക്ക് 30 റുപ്പീസായിരുന്നു ചാർജ്. അങ്ങനെ പിന്നെ അതിലൊക്കെ ഒന്ന് കയറി. ഫസ്റ്റ് മോൾക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തോ ഇങ്ങനെ കറങ്ങുന്ന തോന്നിയേ. പിന്നെ അത് ഇഷ്ടമായി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ, പിന്നെ അതിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കരച്ചിലായി. ഒരു വിധത്തിൽ അതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അതിൻ്റെ ശേഷം പിന്നെ ബോട്ട് റൈഡിന് കയറാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അന്ന് 2 ബോട്ടേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് റിട്ടേൺ വരുന്നതും വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തുന്നു. കുറേ കാലമായിട്ടുണ്ടായിരുന്നു ബോട്ടിലൊക്കെ കയറിയിട്ട്. എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ പണ്ട് പോയ ടൈമിലാണ് തോന്നുന്നു ലാസ്റ്റായിട്ട് കയറിയത്. ഏതായാലും ബോട്ട് വരുന്നവരെയൊക്കെ വെയിറ്റ് ചെയ്തു. പിന്നെ സൺസെറ്റ് കുറച്ചുകൂടെ ഒക്കെ അടുത്തുനിന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ മെയിനായിട്ട് കയറിയത്. എന്നാൽ ഞങ്ങളവിടെ എത്താറായപ്പോഴേക്കും സൺ അതിൻ്റെ പാട്ടിന് പോയി. എന്നാലും സാരില്ല, നല്ല റെഡിഷ് കളറിലുള്ള ആ ആകാശവും ഒക്കെ കണ്ട് സമാധാനിച്ച്. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തെത്തിയൊരു ഫീലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു ചുറ്റിലും കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് പൊതുവേ ഉണ്ടല്ലോ ഇങ്ങനെ ഈ നേച്ചർ റിലേറ്റഡ് പ്ലേസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ മൗണ്ടൻസ്, റിവേഴ്സ്, അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടു. ഇവിടെ ഒരാൾ വെള്ളം തൊടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാട്ടോ. മാക്സിമം ഞാൻ മുറുകെ പിടിച്ചിരിക്കുക, അഥവാ ചാടിപ്പോയാലോ പേടിയാണ്. ആൾക്കുണ്ടല്ലോ വെള്ളം കണ്ട അപ്പം തന്നെ ഇറങ്ങണം. അതുകൊണ്ട് തന്നെ നല്ലോണം കരുതം വേണം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ഏജിലുള്ള മക്കളെ. നോർമലി 30 മിനിറ്റ്സ് ആണ് ബോട്ട് റൈഡ് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു 1 ഹവർ റൈഡ് തന്നിട്ടുണ്ട്. തിരിച്ച് വരുമ്പോഴേക്കും നൈറ്റ് ആയിട്ടോ ഏകദേശം. അന്ന് അവിടെ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ കയറി. ഏതായാലും ഞാനത് എന്ത് ചെയ്യുക, പാർട്ട് 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.